കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയേർത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. ഈ ചോരക്കളിയുടെ കഥ എന്ന് കേട്ടാലോ. രാവിലെ ഞാൻ ആരോ വിളിച്ചിട്ട് ചോര വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ എന്റെ ചോര തിളച്ചു, ചോര കൊടുക്കാനായിട്ട്. പോണ വഴിയിൽ ഉപ്പ് സോഡയും കുടിച്ച് BP ചാർജ് ആക്കി. പിന്നെ പുതിയ മേടിച്ച് ചെരുപ്പിട്ടിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു റൗണ്ട് ആയിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ എന്താ തിരക്കല്ലേ. അപ്പൊ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോ ബ്ലഡ് ബാങ്ക് 1ാം നിലയിലെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോണ പോക്കട്ടത്. അങ്ങനെ സ്ഥലത്തെത്തിയിട്ട് ബോർഡ് നോക്കിയപ്പോ ദേച്ചുള്ള നിലത്തൊതുങ്ങിയിരിക്കണു. പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്യുന്നില്ല. നേരെ ഉള്ളിൽ കയറി ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ആവശ്യം പറഞ്ഞു. തിളക്കുന്ന ചോര കുറച്ച് കൊടുക്കാവുന്ന. അപ്പൊ ഡോക്ടർ പേരും നാളും നക്ഷത്രമൊക്കെ ചോദിച്ചിട്ട് ഒരു ഫോം ആവുന്നത് പൂരിപ്പിച്ചിട്ട് വരാനും പറഞ്ഞു. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും പേപ്പറിൽ 4 വരെ മരിച്ച് വന്നപ്പോ ചെരുപ്പ് പുറത്തിട്ട് ഉള്ളിൽ കയറാൻ പറഞ്ഞു. പുതിയ ചെരുപ്പ് പോവാണോ, നല്ല വെടിയുണ്ട്. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ BP ഒക്കെ നോക്കി, പിന്നെ കൈയൊക്കെ ഞെക്കി നോക്കണ്ടായിരുന്നു, മാങ്ങ പഴുത്തോന്നൊക്കെ നോക്കണ പോലെ. അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോ ചോര കൊടുക്കാൻ കരുകളും പറഞ്ഞു. അപ്പൊ ഇതിൽ നല്ല നോക്കി ഒരു ചെരുപ്പ് ഇട്ട് 2 ഗ്ലാസ് വെള്ളം കുടിച്ച് കൈയൊക്കെ കഴുകി നേരെ കട്ടിൽ പോയി പടായി. സ്ത്രീ പുരുഷ ഭേദം എന്നെ എല്ലാവരും ചോര വാരി ഒരു കൊടുക്കുന്നേ. പിന്നെ ചേച്ചി കൈമ കയറും കിട്ടിയിട്ട് എന്തോ തപ്പി നോക്കുന്നുണ്ട്. ഈ കൈമ കിട്ടിയില്ല, അപ്പൊ മറ്റേ കൈമിക്കായി. പിന്നെ ചേച്ചി മസാലയൊക്കെ തേച്ച് കൊടക്കമ്പി പോലത്തെ സാധനം എടുത്ത് ഒറ്റ കുത്ത എന്റെ തിളക്കുന്ന ചോര അങ്ങോട്ട് ഇല്ലാണ്ടായി. ചുരുക്കി പറഞ്ഞ ഒരു കുത്ത് കിട്ടിയപ്പോ തിളപ്പം അങ്ങോട്ട് നിന്നു. മലന്ന് കിടന്ന് ബോൾ ഞെക്കി ഞാൻ 4 എക്സ്പ്രഷൻ ഇട്ട് അങ്ങോട്ട് തകർത്തതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്റെ കളി പെട്ടെന്ന് സഞ്ചി നിറക്കിലായി. ബോൾ ഞാൻ നന്നായി ഞെക്കുണ്ടായിരുന്നു. 1-2 മിനിറ്റിൽ സാധനം നിറഞ്ഞു. കീ നടിച്ചു. അത് കഴിഞ്ഞിട്ട് കൊടക്കമ്പി വരുമ്പോ ഞാൻ കയ്യിൽ നനക്കി. അപ്പൊ പഞ്ഞൊന്ന് സ്ലിപ്പായിട്ടോ. അതാണ് ആ ചോരപ്പുഴ അവിടെ ഒഴുകിയെ. ഇങ്ങനെ പോണോണ്ടപ്പോ അവർക്ക് പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പോട്ടെ, നമുക്ക് ഇനി വേണമെങ്കിൽ എടുക്കാം, ഒരു 1/2 ലിറ്റർ കൂടി എടുത്തോളം പറഞ്ഞു. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, ഒന്നും ചെയ്യല്ലേ. മലന്ന് കിടന്നിട്ട് കൊടുത്ത ചോരയും പോയ ചോരയും ഞാൻ കണക്കിട്ട് നോക്കി. ഇപ്പൊ 350 കൊടുത്തു. വേണമെങ്കിൽ ഒരു 10 ml പോയിട്ടുണ്ടാവും. 360 ml ചോര പോയി. കുടിക്കാനായിട്ട് ഫ്രൂട്ടി വേണോ ചായ വേണോ എന്ന് ചോദിച്ചു. 2ഉം വേണ്ട, കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്റ്റിക്കർ ഇട്ട് ചെന്ന് ഞാനാ പൊക്കോളാം എന്ന് പറഞ്ഞു. ചെരുപ്പ് പോയിട്ടില്ല. പിന്നെ ചെറുതായിട്ട് തലയിറങ്ങണ പോലെ വല്ലില്ലേ തോന്നിയതാ. അപ്പൊ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. കണ്ണി ചോരുള്ളൊരു ചോര നീരൊക്കെ കൊടുക്കുക. അപ്പൊ ആർക്കെങ്കിലും പോസിറ്റീവ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചാൽ അത് ഫ്രഷ് ജ്യൂസ് ഒന്നും അല്ലല്ലോ, കുറച്ച് ഗ്യാപ്പ് വേണേ. ഞാൻ കോട്ട് സൂട്ടൊക്കെ ഇട്ട് പോയി. ബൈ.